നോക്കൂ വേണു, ഇത് ഇത്ര പ്രശ്നമുള്ളൂ. ഇതിൽ കോൺഗ്രസിന് ഒരു വേവലാതിയില്ല. ആ സംഗമം നടക്കുന്നെങ്കിൽ നടന്ന് പൊക്കോട്ടെ, അതൊരു വിഷയമല്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ 2-3 നയപരിപാടികളിലെ വ്യതിയാനമാണ്. ഇന്ന് അവർ കൃത്യമായിട്ട് കാര്യം പറയട്ടെ. പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറഞ്ഞാണല്ലോ ഇവർ പാർട്ടിക്കാരെ കൊണ്ടു നടക്കുന്നത്. കൃത്യമായി കാര്യങ്ങൾ പറയാതിരിക്കലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അങ്ങ് പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ്, ഒരു സെക്കൻഡ് സാർ, അങ്ങ് പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് ഒരു മഹത്തായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നല്ലോ ബാബറി മസ്ജിദ്. അത് തകർന്ന ഘട്ടത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അതുമായി ബന്ധപ്പെട്ട് എത്ര മണിക്കൂർ എടുത്തു പ്രതികരിക്കാൻ? ആ പ്രതികരിക്കാതെ ഇരുന്നതിനെ പറ്റിയുള്ള അദ്ദേഹം നൽകിയ വ്യാഖ്യാനം എന്താണ്? ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ ശ്രീകുമാർ. അപ്പോൾ എടുപിടിയിൽ നിന്ന് ഇതാ നിലപാട് മാറ്റം, അത് പറഞ്ഞതിന് ശേഷമേ ഇനി 20-ാം തീയതി പമ്പയിൽ ആരെങ്കിലും സമ്മേളിക്കാവൂ എന്ന് പറയുന്ന നിലപാട് ഒരു നിലപാടെന്ന നിലയിൽ പറയാം. പക്ഷേ ഒരു രാഷ്ട്രീയ നീക്കമാണ്. ആ രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയ നീക്കമായി തന്നെയാണ് പ്രതിരോധിക്കേണ്ടത്. അല്ലാതെ അവർ നിലപാട് മാറ്റം എന്തുകൊണ്ട് പറയുന്നില്ല എന്ന ഒരു തരം പരിദേവനമല്ല വേണ്ടത്. നോക്കൂ, പഴയ കാലങ്ങൾ രാഷ്ട്രീയത്തിലൊന്നും ചോദിക്കാൻ പാടില്ല എന്ന് MV ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ എന്തായാലും തൽക്കാലം ഇപ്പോൾ ആ ഉപദേശം ഉൾക്കൊള്ളുകയാണ്. പഴയ കാലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഗോവിന്ദ മാസ്റ്റർ ഞാൻ എൻ്റെ ഗുരുവായിട്ട് ഇപ്പോൾ അംഗീകരിക്കുക. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അതായത് ഈ അയ്യപ്പ സംഗമം നടത്തിയിട്ട് CPM ഇതുവരെ തുടർന്ന് വന്ന നയം, വനിതാ മതിലെ നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന നയം, ആ നയം അവരവിടെ തിരുത്തും. ആ സംഗമത്തിൽ തിരുത്താനാണ് സാധ്യത. അപ്പോൾ എന്ത് പറയും? 3000 പേർ പങ്കെടുത്ത ഒരു വിശ്വാസി സംഗമം ഒരു നിർദ്ദേശം വെച്ചാൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയും ഗവൺമെൻറ്റും അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ ലൈൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാനായിട്ട് ഈ വിശ്വാസികളെ ഒരു സംഗമത്തെ ഒരു മറയാക്കാനാണ് അവരുടെ ഉദ്ദേശം. ഒന്ന്, വേണുവിനിടയ്ക്കൊരു ചോദ്യം ചോദിച്ചു. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിച്ച ഒരു പ്രസ്ഥാനവും സർക്കാരും ഒക്കെ ആയിരുന്നല്ലോ ഈ CPM-ഉം ഇടതുപക്ഷ സർക്കാരും, അല്ലേ? അതങ്ങ് അംഗീകരിക്കുമല്ലോ. ഒരു വനിതാ മതിൽ കേരളം ഉടനീളം നിർമ്മിച്ച ഒരു വിഭാഗമാണല്ലോ അവര്. അപ്പോൾ അങ്ങനെ പറ്റിയ ആളുകൾക്ക് ഒരു 3000 ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഉടനെ അടുത്ത തിരഞ്ഞെടുപ്പ് നേട്ടത്തിലേക്ക് പോകാൻ പറ്റും. ഇങ്ങനെയാണോ അങ്ങയുടെ ഒരു താരതമ്യം? 3000 ആളുകളെ സംഘടിപ്പിക്കുക വഴി ഒരു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കാം, നിർണ്ണയിക്കാം. പറഞ്ഞാൽ മനസ്സിലാക്കൂ. അതായത് ഈ 3000 പേരെ വിളിച്ച് സംഗമം നടത്തിയിട്ട് ഗവൺമെൻറ് അവരുടെ നയം മാറ്റുകയാണ്, പാർട്ടി നയം മാറ്റുകയാണ്. അതായത് 2019 പറഞ്ഞ അവരുടെ വിശ്വാസികളുമായി ബന്ധപ്പെട്ട, ശബരിമലയുമായി ബന്ധപ്പെട്ട അവരുടെ നയം മാറ്റാൻ പോവാണ്. ഇതിനെ മറയാക്കിക്കൊണ്ട് രക്ഷപ്പെടലാണത്. അദ്ദേഹം പറഞ്ഞത് NSS അതിനൊറ്റ മറുപടിയുള്ളൂ ശ്രീ ശ്രീകുമാർ. അതിനൊരൊറ്റ മറുപടിയുള്ളൂ ശ്രീ എൻ ശ്രീകുമാർ. 2019 ശേഷം 2019 ശേഷം കേരളത്തിൽ പിന്നെ ഇനി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല നടക്കാൻ പോകുന്നത്. അതിനിടയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്ന കാര്യം അങ്ങെന്തേ മറന്നത്? 2021 ഏപ്രിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ആ ഏപ്രിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താ സംഭവിച്ചത്? സുകുമാരൻ നായർ പോളിംഗ് ബൂത്തിലേക്ക് പോയില്ലേ? പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ സുകുമാരൻ നായർ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണ്? വിശ്വാസത്തെ സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണ് ഉണ്ടാകേണ്ടത് എന്ന്. എന്നിട്ട് എന്താ ഉണ്ടായത്? ആ ഘട്ടത്തിൽ പിണറായി വിജയൻ പോളിംഗ് ബൂത്തിലേക്ക് പോയല്ലോ. ആ ഘട്ടത്തിൽ ഇത് പിണറായി വിജയനോട് ചോദിച്ചല്ലോ. പിണറായി എന്നൊരു മറുപടി പറയുകയുണ്ടായല്ലോ, അയ്യപ്പനും ദേവഗണങ്ങളും എല്ലാം ഈ സർക്കാരിനൊപ്പമാണ് എന്ന്. ആർക്കൊപ്പമായിരുന്നു എന്ന് 2021 തെളിയിച്ചില്ലേ? ഒരു പമ്പാ സംഗമവും നടത്താതെ ശ്രീകുമാർ. നോക്കൂ വേണു, 2019 തെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്തിന് ശേഷമുള്ള കിറ്റ് രാഷ്ട്രീയം. ആ കിറ്റ് രാഷ്ട്രീയം ഇപ്പോഴും പ്രസക്തമാണ്. അതോടെ നിൽക്കട്ടെ. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേണു അന്ന് പറയൂ. 2021 ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും കൂടെ വേണു പറയണം. അതോടെ നിൽക്കട്ടെ. ഞാൻ ഒരു 2019 ശേഷമുള്ള 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ വേണു പറയണം. 1, 2019 പറയണം. 2, പിന്നെ വേറൊരു കാര്യം ചെയ്യും, NSSനെ പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെട്ട കാര്യം ഈ ഗവൺമെൻറ് അംഗീകരിക്കുകയാണെങ്കിൽ അവരെന്തിനാണ് അതിനെ എതിർക്കുന്നത്? അവരുടെ ഒരു പ്രതിനിധി പോകുമെന്നാണ് ശ്രീ സുകുമാരൻ നായർ പറഞ്ഞത്. അദ്ദേഹം പോകുന്നില്ല, സുഖമില്ലെന്ന് പറഞ്ഞു. ശരി, ആ പ്രതിനിധി പോകുമ്പോൾ ഇവരെന്താ ചെയ്യാന്നറിയോ? ഈ പാർട്ടി എന്താ ചെയ്യാന്നറിയോ? അവർ പറഞ്ഞെന്താ? പാർട്ടിക്ക് ബന്ധമില്ല, ഗവൺമെൻറ്റിന് ബന്ധമില്ല, ഇത് ദേവസ്വം ബോർഡ് നടത്തുന്നതാണ്. ഇന്ന് ഹൈക്കോടതിയിൽ ചോദ്യം ചോദിച്ചു ഇന്നലെ. എന്താണ്? ആരാണ് നടത്തുന്നത്? ദേവസ്വം ബോർഡ് പറഞ്ഞ് ഞങ്ങളാണ് നടത്തുന്നത്. എങ്കിൽ പിന്നെ LDF കൺവീനറും പാർട്ടി സെക്രട്ടറി എന്തിനാണ് അഭിപ്രായം പറയാൻ നിൽക്കുന്നത്? അത് ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധി പറഞ്ഞോളില്ലേ? അതൊക്കെയാണ് UDF ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ NSSൻ്റെ നിലപാടെന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ ഈ സംഗമത്തിൽ എന്ത് നിലപാടെടുക്കും? അവർ ഞങ്ങളെ പറ്റിക്കുകയാണ്. ഏതോ ഒരു വ്യക്തി ഏതോ ഒരു സംഘടനയുടെ പേര് പറഞ്ഞു പോയി.
അതിനുശേഷം ഈ കോടതി ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, ഇതാരാണ് നടത്തുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടപ്പോൾ സർക്കാർ അങ്ങ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറയുന്നു. ആരാണ് ഇതിൻ്റെ പണം ചെലവഴിക്കുന്നത്? കാരണം ഈ ഹർജിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രയർ അതാണല്ലോ, ഈ പണം സർക്കാർ ചെലവഴിച്ചുകൂടാ എന്നതാണല്ലോ. അപ്പോൾ സർക്കാർ അത് പറഞ്ഞിട്ടുണ്ട്, അതിൽ തീർപ്പായിട്ടില്ല എന്ന്. അതിൻ്റെ അടുത്ത ഭാഗം കേൾക്കാനായി പിന്നീട് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം, ദാമോദറിലേക്കും രാഹുലിലേക്കും പോകുന്നതിന് ഒരിക്കൽ കൂടി ജയ്ക്കിലേക്ക്.